അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്നേ ഒരു സാരി വെട്ടിയിട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതായതാണ് സാരി, നല്ല സോഫ്റ്റ് സാരിയാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനിൽ ഓറഞ്ച് കളർ ഫ്ലവറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് സാരി കാണാനായിട്ട്. ഉമ്മയുടെ സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ചുരിദാറും ഷോളും എടുക്കാമെന്ന് കരുതി. എൻ്റെ കയ്യിൽ ഈ ഓറഞ്ച് കളർ ബോട്ടം ഉണ്ട്. അപ്പോൾ ഷോളും ടോപ്പും ആ സാരിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടം കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതായത് സാരിയുടെ മുന്താണിയാണ് യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഷോളിൻ്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്ക് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണം നോക്കാം. ഞാൻ 46 ഇഞ്ച് ലെങ്ത്തുള്ള ചുരിദാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 48 ഇഞ്ച്. അപ്പോൾ ഞാൻ ഈ അറ്റത്തുനിന്ന് ഒന്ന് അളക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് ഈ ഓപ്പാട്ടിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ നമുക്ക് തികയുമെന്ന് നോക്കണമല്ലോ. ഈ ഷോള് വേണം, അതുപോലെ തന്നെ ടോപ്പ് വേണം. 48 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് ചുരിദാറിന് വേണ്ടത്. അപ്പോൾ 48 ഇഞ്ച് ഞാൻ അളന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പോർഷൻ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഷോളിനും ടോപ്പിനുള്ള തുണി ഉണ്ടോയെന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അളന്ന് നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ മുന്താണി താഴ്ഭാഗത്തേക്കോ അല്ലെങ്കിൽ ചെസ്റ്റിലേക്കോ എവിടെയൊക്കെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഇങ്ങനെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഷോളിന് തികയോ എന്നുള്ള കാര്യം ഇവിടെ നമുക്കൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക, എന്നിട്ട് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ വെട്ടണതിന് മുമ്പ് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ട് വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ വട്ടത്തിൽ വെട്ടാം. അതായത് സാരിയുടെ തേരുഭാഗം ഇങ്ങനെ നമ്മുടെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അധികം തുണി ചിലവായില്ല. നമുക്ക് ടോപ്പും ബോട്ടും ഷോളും അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ ചുരിദാർ ഇടണവരോ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരോ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നോക്കുകയാണ്. അപ്പോൾ ഈ ടേപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. അപ്പോൾ 1.5 മീറ്റർ അത് കഴിഞ്ഞിട്ട് നമ്മൾ അളന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 മീറ്ററും കൂടെ വേണം, എന്നാലല്ലേ നമുക്ക് 2.5 മീറ്റർ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അളക്കുകയാണ്. ആ ടേപ്പ് തന്നെ വെച്ചിട്ട് ആ 1.5 മീറ്റർ അളന്നതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ വീണ്ടും ഉണ്ട് 1.5 മീറ്റർ. അപ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ട് കണ്ടത്. ഒത്തിരി കുറവ് വരണുള്ളൂ. നമുക്ക് സുഖമായിട്ട് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഈ സാരിയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഷോളിനുള്ള മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്തുനിന്നാണ് ഷോളിനുള്ള മുറിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കുത്തണ ഭാഗം ഉണ്ടല്ലോ, മുന്താണിയല്ല, ഫസ്റ്റ് കുത്തണ ഭാഗം, ഈ ഭാഗത്തുനിന്ന് ഞാൻ ഷോളിനുള്ളത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2.5 മീറ്റർ ഷോൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 2.5 മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ കുത്തണ ഭാഗത്തു നിന്നാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരിയിൽ ഒട്ടും ഡാമേജ് ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് കുത്തണ ഭാഗമായിരിക്കും. മുന്താണി ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒരു പിന്നു കുത്തിയ പാടുകളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോളിനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഷോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി 1 മീറ്ററും കൂടെ നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മോഡൽ സാരിയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ മോഡൽ സാരിക്ക് ഇപ്പോൾ ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഡിസൈനൊന്നും വലിയ പ്രശ്നമില്ലാത്ത ഡിസൈനുകളാണ്. അപ്പോൾ 1 മീറ്ററും കൂടെ ഞാൻ അളന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കീറി എടുക്കൂല്ലേ, അതായത് ഇതുപോലെ അങ്ങനെ കീറി എടുക്കാം. അങ്ങനെ കീറി കിട്ടണ സാരിയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കീറി എടുക്കാം. ചില സാരികൾ കീറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നോക്കി ചെയ്യണം. ചിലതിൻ്റെ ഇഴ അങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും. കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതായത് നമുക്ക് ടോപ്പിനുള്ള പീസ് മാറ്റി വെച്ചേക്കാം. അതിന് ലൈനിങ് എടുത്തിട്ടില്ല. ലൈനിങ് എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഷോളാണ്. അപ്പോൾ ഇതിലെ പ്രിൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കിയേ. താഴ്ഭാഗത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആ ഡിസൈൻ വന്നിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് കണ്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു ആ കൂട്ടം കൂട്ടമായിട്ടുള്ളത് വേണ്ട, അത് ഒഴിവാക്കാം. ഈ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഡിസൈനുള്ള ഭാഗം നമുക്ക് ഷോളിന് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഷോളിന് വീതി എടുക്കാറ് 36 ഇഞ്ചാണ് കേട്ടോ. നോർമൽ ഒരു ഷോളിന് അത്രയും മതി. അപ്പം ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. 36 ഇഞ്ച് നമുക്ക് അളന്നിട്ട് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളും ഷോളിന് 36 ഇഞ്ച് മതി കേട്ടോ. ഓൾമോസ്റ്റ് 36 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ളൊരു ഷോളാണ്. 36 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് 37 ഇഞ്ചിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോളാക്കി എടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടിപൊളി ഷോളായി മാറും കേട്ടോ. അപ്പോൾ കൂട്ടമായിട്ടുള്ള ആ പൂക്കൾ ഞാനതിൽ നിന്ന് കീറി കളയാണ്, റിമൂവ് ചെയ്ത് കളയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഈ ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതിന് 4 ഭാഗത്തും ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ ബോർഡർ ഉണ്ട്, പക്ഷേ ഞാനത് ആ ഒരു ഭാഗത്ത് നിർത്തില്ല. 4 ഭാഗത്തും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോർഡർ വെച്ച് കൊടുക്കാം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബോർഡർ കട്ട് ചെയ്യുമ്പോൾ അത് ആ പച്ചയിൽ കുറച്ച് കിട്ടും, ഒരു 4 ഇഞ്ച് പച്ചയിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്യണത്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കീറിയെടുക്കാം. അപ്പോൾ ഈ ബോർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 4 സൈഡും ആ ഷോളിന് ബോർഡർ ഇല്ല, പക്ഷേ നമുക്ക് 4 സൈഡും ബോർഡർ വെക്കണം. അതെങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ബോർഡർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആ കൂട്ടത്തോടെ ഉള്ള പൂക്കൾ വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ ഒരു സൈഡിലും ഉണ്ട് ബോർഡർ. അതും കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് മുറിച്ചെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട എന്താണെന്നറിയോ, ഒരു കഷ്ണവും കൂടെ വേണം. 4 സൈഡിൽ നമുക്ക് ബോർഡർ വെക്കണമല്ലോ. അപ്പോൾ 2 സൈഡിലേക്കുള്ള ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസും കൂടെ വേണം, ബാക്കിയുള്ള 2 സൈഡും കൂടെ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സാരിയിൽ നിന്ന് നമുക്ക് ഒരു സൈഡിലുള്ള ബോർഡർ മുറിച്ചെടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബോർഡർ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണത്, പക്ഷേ ചുരിദാറിന് അത്രയും ബോർഡറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു സൈഡിലുള്ള ബോർഡർ നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ബോർഡർ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകണേ. ഇനിയിപ്പോൾ കൈക്കോ അങ്ങനെ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാരിയുടെ താഴ്ഭാഗത്തുള്ള ബോർഡർ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ബോർഡർ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക. ഒരു 1/4 ഇഞ്ച് ആ പച്ചത്തുണി അതിൽ നിർത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാരിയിൽ നിന്ന് നമ്മൾ കുറച്ച് ബോർഡർ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിനുള്ള പീസ് അവിടെ മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ ലൈനിങ് എടുത്തിട്ട് അത് തയ്ക്കണ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ സാരി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് സാരിയാണ്. ഈ സോഫ്റ്റ് സാരിയിൽ ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉള്ള ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തിരി വണ്ണമുള്ളവരൊക്കെ ഉണ്ടല്ലോ, എന്നെപ്പോലെ ഇത്തിരി വണ്ണമുള്ളവർക്കൊക്കെ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിക്കേണ്ട, ഒട്ടും വണ്ണം തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോഴും ഇതുപോലെ നല്ല ഫ്ലോയി ആയിട്ടുള്ള തുണി എടുക്കുക. അതുപോലെ തന്നെ അതിന് ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ബോഡിയായിട്ട് ടച്ചായി കിടക്കും, ഒട്ടും വണ്ണം തോന്നിക്കില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ സാരിയുടെ ഈ മുന്താണി ഭാഗത്തോ അല്ലെങ്കിൽ ഉള്ളിലോയ്ക്ക് ഇങ്ങനെ സിക്സാക്ക് ചെയ്ത് വെച്ചതോ അരി കടിച്ചതോ ഒക്കെ ആയ ഭാഗങ്ങളുണ്ടാവുമല്ലോ, അതൊന്നും ഇങ്ങനെ കീറിക്കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ അത് സ്റ്റക്കായി. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതങ്ങ് കീറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സാരിയുടെ കളർ ഏതാണോ ആ കളർ നൂല് നമുക്ക് ബോബിനിൽ ചുറ്റുക. പക്ഷേ മുകളിലിടുന്നത് ആ ബോർഡറിൻ്റെ കളർ ഏതാണോ ആ കളർ ഇടുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് ഓറഞ്ച് കളർ ഇല്ല, ഞാനൊരു റെഡ് കളർ നൂലാണ് ഇട്ടിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, അത് അറിയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പച്ച കളർ നമ്മൾ ബോബിനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് സാരിയുടെ ചീത്തവശമാണ്, ഇതാണ് നല്ല വശം. അപ്പോൾ നമ്മൾ ബോർഡർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ചീത്തവശത്താണ് കേട്ടോ. ആ ബോർഡറിൻ്റെ നല്ല വശമാണ് കേട്ടോ നമുക്ക് ആ തുണിയിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. ഇതുപോലെ, അതായത് നമ്മുടെ വെക്കുമ്പോൾ നോക്കി അറ്റത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് വെക്കുക. കോർണർ ഭാഗത്തുനിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ഇറക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ബോർഡറൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്തേക്കണം കേട്ടോ. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, കുറച്ചൊന്ന് വിട്ടിട്ടുണ്ട്, ആ ഫുള്ളും തയ്ച്ചിട്ടില്ല. കോർണറിൽ നിന്ന് കുറച്ച് ഇറക്കി, അതുപോലെ തന്നെ തയ്യൽ തുമ്പ് കുറച്ചവിടെ വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയേക്കുന്നത്. അറ്റത്ത് നിങ്ങോട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. മനസ്സിലായോ? ബോർഡറിൻ്റെ അവിടെ നിന്നും കുറച്ച് സ്റ്റിച്ചിങ് താഴേക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചീത്തവശത്താണ് വെക്കണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പുറത്തേക്ക് മറിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ബോർഡർ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷോളിനോ സാരിക്ക് ബോർഡർ വെക്കാനോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല നീറ്റായിട്ട് നമുക്ക് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കി, നമ്മളിപ്പോൾ അരികൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ബോർഡർ വെക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും നല്ലത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അരികൊന്നും അടിക്കാണ്ട് നമുക്ക് ബോർഡർ വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. സാരിയിലൊക്കെ ബോർഡർ പിടിപ്പിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബോർഡർ പിടിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് അറ്റത്തേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി മൂല എങ്ങനെയാക്കണമെന്ന് കാണിച്ചു തരാം. മൂല എത്താറാവുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക. കണ്ടോ, ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് സൂചി താഴ്ന്നിരിക്കുമ്പോൾ നമുക്ക് പ്രഷർ പൊക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരണം. അടിച്ചപ്പോഴത്തേക്കും നൂല് പൊട്ടി, അങ്ങനെ അറ്റം വരെ അടിക്കുക. ഒന്നുകൂടെ അടിക്കുകയാണ്. അതേപോലെ ആ മൂലക്കുന്ന് തന്നെ ഇങ്ങോട്ട് വരണേണ്. അവിടെ വേറെ ചുളിവ് ഇടുകയോ മടക്കോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ മൂല വന്നിട്ട് തിരിഞ്ഞിങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അതുപോലെ എല്ലാ മൂലകളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ലാസ്റ്റ് തീരണ ഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കറങ്ങി കറങ്ങി അടിച്ചടിച്ച് വന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയും നോക്കോട്ടോ, ഈ മൂല വന്നു. ആ മൂല എത്താറാവുമ്പോൾ നമുക്കവിടെ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കണം. ഇതുപോലെ ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ അടിക്കാണ്ട് ഇട്ടിട്ടുണ്ടല്ലോ, ആ ബോർഡറിൻ്റെ തുമ്പ് അതെങ്ങനെ വെക്കണമെന്നൊക്കെ നോക്കിക്കോട്ടോ. കറക്റ്റായിട്ട് വെക്കുക. ഈ ബോർഡർ ഇങ്ങോട്ടേക്ക് മടക്കിയിടുക. കണ്ടോ, ഇതേപോലെ ഇങ്ങോട്ട് മടക്കിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ.
കണ്ടോ, ഇത് മടക്കിയിട്ടേക്കാണ്. ഇനി നമുക്കിതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കയറ്റുക. ഓക്കെ, ഇപ്പോൾ ഇവിടം വരെ അടിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വന്ന വശമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ വെക്കണമെന്ന്? ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി തിരിച്ചെടുക്കണം എങ്ങനെയാണെന്നും കൂടെ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരെ ആക്കിയിട്ടുണ്ട്. ആ എൻഡ് ഭാഗം അവിടെ കൂട്ടി തയ്ക്കുകയൊന്നും വേണ്ട. ദാ ഇനി തിരിച്ചെടുക്കണത്, ഇതിപ്പോൾ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുകയാണ്. ദാ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തിരിക്കുകയാണ് കേട്ടോ. ആ മൂല ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം എവിടെയാണെന്നോ? ദാ ഈ ഭാഗം, അതായത് എൻഡ് ഭാഗം, അരികു ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണത്. ഈ നൂലിങ്ങനെ നമ്മൾ വലിച്ച് കീറിയേക്കണ കാരണം നൂലിങ്ങനെ അവിടെ ഇവിടെ കുരുങ്ങുമ്പോൾ ദേഷ്യം വരണ്ട് എനിക്ക്. എന്താണെന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ പച്ചനൂല് ഇട്ടേക്കണോണ്ട് ആ സ്റ്റിച്ചിങ് കാണില്ല. അതേസമയം അടിയിൽ ചുവപ്പ് നൂലിട്ട് അത് കറക്റ്റായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ സൈഡിലൂടെ സ്റ്റിച്ച് പോകണം. അപ്പോൾ നല്ല നീറ്റായിട്ട് തയ്ക്കാൻ ശ്രമിക്കുക. നമുക്കിത്തിരി കട്ടിയുള്ള ബോർഡറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലേസൊക്കെ വെക്കുകയാണെങ്കിൽ ലേസ് വെക്കുമ്പോൾ പിന്നെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്കിതുപോലുള്ള ബോർഡറൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പീസുകൾ വെക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നല്ല മെറ്റീരിയൽ ടോപ്പിൻ്റെ കഷ്ണം ഷോളിൽ വെക്കുകയാണെങ്കിൽ നേരെ വെട്ടണം കേട്ടോ. വളഞ്ഞൊന്നും പോവരുത്. ഇതുപോലെ തന്നെ നേരെ വെട്ടിയെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതാ ഈ എൻ്റെ എത്തുമ്പോൾ നോക്കിയോ, ഈ മൂല ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് മൂല വരെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു പോവുക കേട്ടോ. ഒട്ടും ചുളിക്കൊന്നും വെക്കേണ്ട. അതാ അവിടെ മൂല എത്തുമ്പോൾ നമുക്കിത് അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അറ്റത്തേക്ക് പോവാം. അങ്ങനെ 4 സൈഡും നമുക്കിതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വാട്സപ്പിലൂടെ. അതിൻ്റെ നമ്പറാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ ഇതേപോലെ 4 സൈഡിൽ നിന്ന് നമുക്ക് അടിക്കുക. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. കമൻറ്റ് ബോക്സും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് അടിക്കുക. എന്താ നോക്കിയേ, നമ്മുടെ ആ ഒരു ബോർഡർ നമ്മൾ കറക്റ്റായിട്ട് വെക്കേണ്ട. അവിടെ മടക്കിയും തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാം. കണ്ടോ? കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ചിങ് പോകാൻ പറ്റും കേട്ടോ. ഒട്ടും നിങ്ങളവിടെ തയ്ക്കുകയൊന്നും വേണ്ട. അതായത് ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. ഇപ്പോഴത്തെ സൈഡ് അടിക്കുമ്പോൾ അത് നീറ്റായിട്ട് വന്നോളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ സൈഡിലുള്ളത് സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മൊത്തം കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിൻ്റെ എൻഡിൽ നിന്ന് അടിച്ച് തുടങ്ങണം. എൻഡിൽ നിന്ന് എങ്ങനെ അടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വക്ക് മടക്കാണ്ട് നമുക്ക് അടിക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ പിടിക്കുക, കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചേക്കണം കണ്ടോ. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ഇതേപോലെ ചെയ്യണം. നമ്മുടെ കടയിലെ സ്റ്റാഫ് ചെയ്യണ മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈസിയാണല്ലോ ഇതെന്ന്. ഞാനിങ്ങനെ വക്കൊക്കെ മടക്കി ചുളുക്കി കൂട്ടി മൂലയൊക്കെ ഒരു കണക്കിനാണ് ആ പോയിൻ്റൊക്കെ ആക്കി എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നന്നായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല ഫിനിഷിങ്ങിലൊക്കെ തയ്ക്കാൻ അറിയാം. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ട് പഠിക്കാൻ നല്ല രസമാണ് കേട്ടോ തയ്ക്കണൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ അവരിങ്ങനെ ബോർഡറൊക്കെ വെക്കണതേ പല നല്ല ഭംഗിയാണ്. പൈപ്പിംഗ് വെക്കണമെങ്കിലും ബോർഡർ വെക്കണമെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ശരിക്കും അത് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അവർ തയ്ക്കണയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തയ്യലിനോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. ദാ ഇവിടെ വരെ എത്തുമ്പോൾ നമ്മളവിടെ കുത്തി നിർത്തുക. എന്നിട്ട് മെഷീനിൽ നിന്ന് ആ തുണി ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. ഒട്ടും തന്നെ ഇരുത്. ഇതാ മൂല ഇങ്ങനെ കറക്റ്റായിട്ട് വരണം. എന്നിട്ട് ഇതാ അതിൻ്റെ മൂലയിൽ ഇങ്ങനെ സ്റ്റിച്ച് തുടങ്ങിയതിന് ശേഷം എൻഡിലേക്ക് അടിച്ചു കൊണ്ടുപോവാം കേട്ടോ. ഇതാ കണ്ടോ, എൻഡിലേക്ക് അടിച്ചിട്ട് അവിടെയും കുത്തി നിർത്തുക. ഇനി തിരിച്ച് വരിക. അതേ പോയ വഴിക്ക് തന്നെ തിരിച്ച് വരണം കേട്ടോ. കണ്ടോ, നല്ലോണം ആ കോർണർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിതാ ഇങ്ങനെ അടിച്ചു പോവാം. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു കോർണർ കറക്റ്റായിട്ട് വരുന്ന മെത്തേഡ് കേട്ടോ. ഇനി എൻ്റെ വേറൊരു മെത്തേഡുണ്ട്. അടുത്ത മൂലയാകുമ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, അടുത്ത മൂല എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫുള്ളായിട്ട് അടിച്ചിട്ട് എങ്ങനെ മടക്കല്ലേ ഇത് അടിക്കാതെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വരിക. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട്
ആ സ്റ്റിച്ചിലേക്ക് ആ ഒരു മടക്കിലേക്ക് ഇങ്ങനെ കയറ്റി ആ മൂല കൊണ്ട് തിരിച്ചങ്ങ് പോന്നാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ്? അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ സാരിയോ മുന്താണിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബോർഡറൊക്കെ വെക്കുമ്പോൾ മുന്താണി ഭാഗത്തൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് വരണമല്ലോ, എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രസത്തിന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നോക്കി അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി എല്ലാ സൈഡും ഇതേപോലെ മൂലകളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാർ. തയ്ച്ചിട്ടില്ല, വേറൊരു ചുരിദാറിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ചുരിദാറിൻ്റെ കൂടെ തന്നെയാണ് ഷോൾ ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നല്ല സുഖമായിട്ടുള്ള ഷോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തെടുത്ത് നോക്കൂ, നിങ്ങൾക്കും സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചുരിദാർ തയ്ക്കാൻ ലൈനിങ് ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. കണ്ടോ, ഷോൾ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. താങ്ക്